നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നോ നിങ്ങളെല്ലാവരും? ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളുടെ ഓരോ വീഡിയോസും നമ്മൾ ഓരോ തവണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അതിൻ്റെ വ്യൂസ് കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ 20, 30, 50, 70 എന്നുള്ള നിലയിലേക്കൊക്കെ വന്നിട്ട് കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം 2000-ഓളം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. അത്രയും ആൾക്കാരിലേക്ക് അത് എത്തിയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമല്ലേ. ഞാനാകെ സർപ്രൈസ്ഡായിപ്പോയി. കാരണം ഓരോ ദിവസം ഞാൻ നോക്കുമ്പോഴും ഞാനൊരു 100, 200 അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ അത്രയല്ലേ ഉള്ളൂ, നമ്മുടെ സബ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടി കിട്ടും. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ 180 ആയിട്ടുണ്ട്. 80 പേര് ഒരു പെട്ടെന്ന് കൂടി വരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ 2000 ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അത്രയും പേർക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ മാറ്ററിലേക്ക് വരാം. ഇന്നത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ കാര്യത്തിൽ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു രണ്ടോ മൂന്നോ വരി പാട്ടിൻ്റെയോ കവിതകളുടെയോ വരികൾ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ അക്കങ്ങൾ അല്ലേ, സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മനക്കണക്ക് കൂട്ടിയിട്ട് നമ്മൾ മനസ്സിന് പറയണ പോലെ ഏകാഗ്രത ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പറഞ്ഞിട്ടുള്ളത് തിരക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മുഖത്തിനെ ഓർത്തെടുക്കാനും അവരുടെ മാനറിസം ഓർത്തെടുക്കാനും നമുക്കങ്ങനെ സങ്കല്പിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും സൂക്ഷ്മതയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിന് കൂടെ നമ്മൾ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു അല്ലേ. മെഡിറ്റേഷനിൽ നമുക്ക് ഇന്നൊരു മെത്തേഡ് ചെയ്ത് നോക്കാം. ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഓരോ അഭ്യാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ മെത്തേഡുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കുഞ്ഞു മെഡിറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കണ്ണടച്ചിട്ടൊരു ഭാഗത്ത് അല്ലേ, കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ഏകാഗ്രതയിൽ ഇരിക്കുക എന്നൊക്കെ പറയും. അയ്യോ, അപ്പോൾ അത് ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതെന്തോ വേറൊരു സംഭവം, നമുക്ക് പറ്റിയ പണിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാരും ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ചിന്തകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നമ്മൾ ഇരിക്കുക. നമ്മൾ ഈ പ്രപഞ്ചത്തിനെ, നമ്മുടെ മനസ്സിനെ ഒക്കെ നമ്മളിങ്ങനെ നിരീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. എല്ലാ ദിവസവും ഒരു 5 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുന്നു. തുടക്കത്തിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ടൊരു സമയം, അതായത് 20 മിനിറ്റ് ഒന്നും ഇരിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റിലിരുന്ന് പിന്നെ അതിങ്ങനെ പതിയെ നമ്മളൊക്കെ അതിനോട് ഇഷ്ടം വരും, നമുക്കതിലൊരു സുഖം വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അത് വഴി നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ ആരും ശല്യപ്പെടുത്താനൊന്നും വരാത്തൊരു സ്പേസ് നമ്മൾ കണ്ടെത്തുക അല്ലേ. ഒരു റൂമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇടം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. കഴിയണതും കാലത്ത് ചെയ്താൽ വളരെ നല്ലത്. കാലത്ത് എണീറ്റിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം നല്ലതാണ്. അല്ലെങ്കിൽ ഈവനിങ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയം നമ്മൾ അതിന് വേണ്ടി ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു മെത്തേഡ് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് നമ്മൾ വളരെ സമാധാനമായിട്ട് നമ്മൾ ഇരിക്കുക. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും കസേരയിലോ അല്ലെങ്കിൽ ഒരു പായ വിരിച്ചിട്ട് ഡയറക്റ്റായിട്ട് തറയിലിരുന്നിട്ട് ചെയ്യരുത്. ഒരു പുല്ലുപായയോ അല്ലെങ്കിൽ ഒരു മാറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങനെ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു കസേരയിലിരിക്കാം. പക്ഷെ എങ്ങനെ ഇരുന്നാലും നിലത്താണെങ്കിലും കസേരയിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ നട്ടെല്ല് വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി. ഇരിക്കുമ്പോൾ എപ്പോഴും കൂടിയിട്ടിരിക്കാതെ നമ്മളിങ്ങനെ നട്ടെല്ലൊക്കെ നിവർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുക. കൈകൾ രണ്ടും നമ്മളുടെ മടിയിൽ, 2 തുടമേൽ ഇങ്ങനെ മലർത്തി വയ്ക്കുക, 2 കൈപ്പത്തികളും കേട്ടോ. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഇരിക്കാൻ നോക്കുക. ഇപ്പം ഞാനിവിടെ പറയുന്നത് ഒരു കസേരയിലിരിക്കുന്ന കാര്യമാണേ. ഒരു കസേരയിൽ ഇരുന്ന ശേഷം കാലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. കൈകൾ മടിയിൽ വിശ്രമിക്കട്ടെ.
ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിനെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനെയും ശ്രദ്ധിക്കുക. നിങ്ങൾ ശരീരത്തിന് ശ്രദ്ധിക്കുക. ഹൃദയം അല്ലെ, ഹൃദയം മിടിക്കുന്നത്, കൈ, കാലുകൾ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ വായു കയറി ഇറങ്ങുന്നത്, നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ രക്തോട്ടം ഉള്ളത്, നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയാം. പുറത്ത് കേൾക്കുന്ന എത്ര കുഞ്ഞു ശബ്ദം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷികളുടെ ശബ്ദം, കാറ്റ് വീശുന്നത്, കാക്ക കരയുന്നത്, ക്ലോക്കിൻ്റെ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദത്തിനെയും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ കയറിയിറങ്ങുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തൊക്കെ ചിന്തകളായിക്കോട്ടെ കയറി വരുന്നത്, എല്ലാറ്റിനെയും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു നീല നിറം മനസ്സിൽ സങ്കല്പിക്കുക. ഈ നിറം നിങ്ങൾക്ക് ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നണം. ഒരു മിനിറ്റ് നേരത്തേക്ക് ഈ സങ്കല്പം നിലനിർത്തി വയ്ക്കുക. സാവകാശം ശ്വാസം അകത്തേക്കെടുക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ചുറ്റുപാടുകളെ ശ്രദ്ധിച്ച്, സ്വന്തം ശരീരത്തിനെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ കണ്ണ് തുറക്കുക. ഇത്രയും മതി. ഇനി അടുത്തൊരു ദിവസം നിങ്ങൾക്ക് അടുത്ത വേറൊരു കളറ് ഇതുപോലെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ മെത്തേഡ് സ്വീകരിക്കാം. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും. 1-2 മെത്തേഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടൊന്ന് നിർത്തുന്നത്. ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും, എത്ര സമയമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ച് സമയം 5 മിനിറ്റൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാൻ കണ്ടെത്തുക സമയം. അത് കാരണം ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ അനുഭവം വളരെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന കുറേ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. വീണ്ടും കാണുന്നവരേക്കും പോവാം. താങ്ക് യു.